ഞാൻ എൻ്റെ വിഷയം മാറ്റിയല്ല. ആരോടായാലും കുംഭശാശ, ഒന്ന് ചിരിക്ക്. പല്ല് പോണീന് മുമ്പ് ഒന്ന് ചിരിക്ക്. ഈ പല്ലുകളൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ വെപ്പല്ല് വെച്ചിട്ട് പിന്നെ ചിരിക്കുമ്പോ ആ ചിരിക്ക് രസം കിട്ടൂല. ഇപ്പൊ ഒറിജിനലായി കിട്ടിയ ഈ പല്ലുണ്ടല്ലോ, ആ പല്ലുള്ള കാലത്തോളം മറ്റുള്ളവരോടൊന്ന് ചിരിച്ചു കൊടുക്ക്. അത് മുസ്ലിയാർക്കും ബാധക, തങ്ങൾക്കും ബാധക, നേതാക്കൾക്കും ബാധക. എല്ലാരോടൊന്ന് ചിരിച്ചു കൊടുക്ക്. വർഗീയത കുറയും, ദേഷ്യം കുറയും. ഇത് ഞാനാരാ, ആരെങ്കിലേക്കോട്ടെ, ഒന്ന് ചിരിച്ചത് കരുതിയിട്ട് നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പുഞ്ചിരി സ്വതക്കയാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. പെണ്ണുങ്ങളെ മുഖത്ത് നോക്കിയിട്ട്, സ്വന്തം പെണ്ണുങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുക, നല്ലതാണത്. ചില ആൾക്കാരൊക്കെ പെരീക്കണ് ചെല്ലുമ്പോൾ ഓൻ്റെ വിചാരം ഞാനിപ്പോൾ കേരളത്തിൻ്റെ അങ്ങേതലം മുതൽ ഇങ്ങേതലം വരെയുള്ള പ്രഭാഷണ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പ്രഭാഷകനാണ്. അതെൻ്റെ പെരീക്ക് പോകുമ്പോൾ വേണ്ട, സ്റ്റേജിൽ കയറുമ്പോൾ മതി. പെണ്ണുങ്ങളെ മുമ്പിൽ ആരല്ല, മുദരിസും അല്ല, ഖാദിയല്ല, പഞ്ചായത്ത് പ്രസിഡന്റും അല്ല, ജില്ലാ നേതാവും അല്ല, സംസ്ഥാന നേതാവും അല്ല. ഓൾക്ക് മാപ്പിളയാണ്. അവിടെ പോയിട്ടും എന്താ എനിക്ക് ഞാൻ കണ്ടാന്ന് നീച്ചെന്നാല് മക്കൾ നീച്ചിട്ടില്ലെങ്കിൽ മക്കളോട് ചോദിക്കുക, എന്താ കഴിച്ച് ഇത്ര ഞാൻ വലിയൊരു മനുഷ്യൻ പെണ്ണാണ്ടില്ല. അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതി ഉണ്ടാകരുത്. അത് ഉമ്മ പറഞ്ഞു കൊടുക്കണം. ബാപ്പ വരുമ്പോൾ നീച്ചു കൊടുത്തോളൂ എൻ്റെ ഇട്ട് വന്നു. ബാപ്പാക്ക് പറയാൻ പറ്റുമോ? പഞ്ചമുത്താലിമ്യങ്ങൾ ഇഞ്ഞ കണ്ടാൽ ബഹുമാനിക്കുള്ളന്നൊക്കെ എത്ര അങ്ങക്ക് ഇഞ്ഞൊന്ന് ബഹുമാനിച്ചൂടെ അറിയാൻ പറ്റും? ബഹുമാനം മറ്റുള്ളവർ തരണമെങ്കിൽ അത് അന്തുള്ള ആൾക്കാർ ചെറിയ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ബാപ്പാനെ ബഹുമാനിക്കണം എന്ന് ഉമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് ചെറുപ്പത്തിലേ ബാപ്പാനെ കുറിച്ച് പേടിപ്പിച്ചു. എന്ത് ഇജ് പറഞ്ഞേക്കല്ലേ, ബാപ്പാണ് വരട്ടെ കാണിച്ചു തരാൻ എനിക്ക്. അപ്പം തന്നെ കുട്ടീൻ്റെ മനസ്സിൽ ഈ ബാപ്പ എന്ന് പറഞ്ഞ സാധനം വരാൻ പറ്റാത്തൊരു സാധനമാണ്. ഭീകരനായി ചിത്രീകരിച്ചു. ഇവിടുത്തന്മാരല്ല, ഞാൻ അങ്ങ് ഉഗാണ്ടിയിലുള്ള പെണ്ണുങ്ങളെ കാര്യം പറയണേ. ബാപ്പാന് ഒരു പേടിപ്പെടുത്തുന്ന വസ്തുവായി നമ്മുടെ മക്കൾക്ക് മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടാൽ പിന്നെ ഈ ബാപ്പാനോട് എങ്ങനെ മക്കൾക്ക് സ്നേഹം ഉണ്ടാവും? അവ ബാപ്പാനെ ബഹുമാനിക്കേണ്ടത് ഉമ്മ പറയണം. ഉമ്മാനെ സ്നേഹിക്കണം എന്നുള്ളത് ബാപ്പ പഠിപ്പിച്ചു കൊടുക്കണം. ബാപ്പാക്ക് തലപ്പിരാന്തിക്കണ നേരത്തെ അപ്പം കുട്ടിയാണ് ഉപ്പ സ്കൂൾക്ക് ബസ്സിൻ്റെ ഫീസ് വേണം. എൻ്റെ തള്ളനോട് പോയി ചോദിച്ചോക്ക്. അപ്പം തന്നെ കുട്ടിക്ക് മനസ്സിലായി ഉമ്മാക്ക് എന്തും കൂടി പേരുണ്ട്, തള്ളാന്നും കൂടി പേരുണ്ട്. അങ്ങനെ തള്ളച്ചിയെന്ന് വിളിച്ചാൽ തുടങ്ങണം. അബ്ബാവുക്കാകട്ടെ, ഞമ്മക്ക് ചിരിയും കളിയും തമാശയും മുഖത്തോക്കിയൊന്ന് വിളിച്ചോക്കണ്ടേ. അല്ലാ ഞങ്ങളെ സമുദായത്തെ മക്കളെയൊക്കെ കാക്കണേ അല്ലാ. ഞാൻ നിർത്തുകട്ടോ. നിർത്താനായോ? തിരക്കേടില്ലല്ലോ. അല്ലാ ആഫിയത്ത് തരട്ടെ. വലാത്തക്കുൻ ബശാശ വലാത്തക്കുൻ ഓതുബാന. നീ ഒരാളോടും ദേഷ്യം വെക്കുന്നവനാകരുത്. എന്നിട്ട് മഹാനായ ഖദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അടിവരയിട്ട് കേൾക്കേണ്ട വദം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ പരിഹസിക്കരുത് കേട്ടോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു, അങ്ങനെ പറ്റിപ്പോയാലും ആ പറ്റിയ തെറ്റിൻ്റെ പേരിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ മാന്യതയെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് കേട്ടോ. ഇസ്ലാമിന്റെ ലേബലിൽ നടക്കുന്ന മുസ്ലിങ്ങളോടാ ഞാൻ പറയുന്നത്, നിങ്ങളെ ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും ഏത് വിഭാഗക്കാരായാലും
ഒരു മനുഷ്യനെ കുറിച്ചൊരു ആരോപണം കേൾക്കുമ്പോ ആ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോസോ വീഡിയോസോ ആരെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് അതേ മോശമായ കമന്റുകൾ വെച്ച് ആ കമന്റുകൾ നിറച്ചുകൊണ്ട് അയാളെ മോശപ്പെടുത്തരുത് കേട്ടോ. അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ് ഉസ്താദേ, അയാളൊരു കോൺഗ്രസിന്റെ നേതാവാണ് ഉസ്താദേ, അയാൾ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഉസ്താദേ, അതല്ലെങ്കിൽ അയാള് സുബ്ഹാനല്ലാഹ് അയാള് സഖാവാണ് ഉസ്താദേ, അയാള് BJP-കാരനാണ് ഉസ്താദേ. എങ്ങനെയായാലും ഏത് BJP-കാരനായാലും ഏത് മുസ്ലിം ലീഗുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും അവരെല്ലാം മനസ്സുള്ള മനുഷ്യരാണല്ലോ. മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുന്ന കമന്റുകളെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ഉന്നയിക്കപ്പെടും. നിന്റെ എഴുത്ത് അവസാനിച്ചാലോ ആ എഴുത്ത് എഴുതപ്പെടലോടുകൂടെ പിന്നീട് ഒരു കാലത്തും അത് മാഞ്ഞു പോകൂല. ആ എഴുത്തവിടെ നിലനിൽക്കുന്ന കാലത്തോളോ യജമാനനായ റബ്ബ് തആല അതിന്റെ പേരിൽ നിന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചില ടൈപ്പ് മെസ്സേജുകളാണ്. ആ ടൈപ്പ് മെസ്സേജുകൾ അവിടെ ഉള്ള കാലത്തോടോ യജമാനനായ റബ്ബ് തആല വെറുതെ വിടൂല. ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത്. അവർക്കുമുണ്ടല്ലോ കുടുംബം, അയാൾക്കുമുണ്ടല്ലോ ഭാര്യ, അയാൾക്കുമുണ്ടല്ലോ മക്കള്, അവരും ഒരു തറവാട്ടിൽ ജനിച്ചവരല്ലേ. വാർദ്ധക്യമെത്തിയ ഉമ്മയും ഉപ്പയും അവർക്കില്ലേ. ഈ ഒരു ബോധത്തോടുകൂടെ ഒരു മനുഷ്യനെയും നിങ്ങൾ അവഹേളിക്കല്ലോ. അത് രാഷ്ട്രീയത്തിന്റെ പകപോക്കലിലാണെങ്കിലും നിങ്ങളത് ചെയ്യാൻ പറ്റൂല. അത് നിങ്ങളെ സംഘടനാ വൈരുദ്ധ്യത്തിന്റെ പേരിലായാലോ അങ്ങനെ പ്രവർത്തിച്ചുകൂടോ. അവസാനം ബഹുമാനപ്പെട്ട ഖദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, വബിക്കി അലാ ഖതീഅതിക യബ്ന ഇംറാൻ. ഓ ഇമ്രാൻ മകന് മൂസ നബിയെ, നിങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിന്റെ പേരിൽ യജമാനനായ റബ്ബിനോട് നിങ്ങളെ കരഞ്ഞു പറഞ്ഞോളൂ. ഒഴിക്കുന്ന കണ്ണുനീരിനെ കൊണ്ടായാൽ പൊട്ടുന്ന ഹൃദയ റബ്ബിലേക്ക് തിരിച്ചാൽ നിന്റെ ഇരുകൈകളും യജമാനനായ റബ്ബിലേക്ക് ഉയർത്തിയാൽ അല്ലാഹു തആല അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ.